ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഭഗവാൻ ശ്രീരാമനെ സഹായിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ചില കഥാപാത്രങ്ങളുണ്ട്. അതിലൊരാളാണ് ലക്ഷ്മണന്റെ ധർമ്മപത്നിയായ ഊർമിളാദേവി. രാമായണത്തിലെ ഏറെ ശ്രദ്ധ നേടേണ്ടിയിരുന്ന എന്നാൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കഥാപാത്രമാണ് ഊർമിള. ജനക മഹാരാജാവ് തന്റെ പുത്രിയായ സീതയെ വിവാഹം കഴിപ്പിക്കാൻ സംഘടിപ്പിച്ച സ്വയംവര പന്തലിൽ വെച്ച് തന്നെയാണ് ലക്ഷ്മണനും ഊർമിളാദേവിയെ വിവാഹം കഴിച്ചത്. ചക്രവർത്തിയായ ജനകന്റെ ഇളയ മകളായ ഊർമിള ലക്ഷ്മണന്റെ ഭാര്യയും സീതയുടെ സഹോദരിയുമായിരുന്നിട്ടും അവൾക്ക് സ്ത്രീധർമ്മത്തിന്റെയും ദാമ്പത്യ സ്നേഹത്തിന്റെയും സാക്ഷാത്കാരമായി മാറാൻ ഒരവസരം ലഭിച്ചില്ല. കാരണം ലക്ഷ്മണൻ ശ്രീരാമനോടൊപ്പം വനവാസത്തിന് പോയപ്പോൾ ഊർമിളയ്ക്ക് 14 വർഷം ലക്ഷ്മണനെ വിട്ടുപിരിഞ്ഞ് ഏകാന്തത അനുഭവിക്കാനായിരുന്നു വിധി. ലക്ഷ്മണൻ ജനിച്ചപ്പോൾ തന്റെ ജ്യേഷ്ഠനായ ശ്രീരാമനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ ലക്ഷ്മണൻ തയ്യാറായിരുന്നില്ല. വിഷ്ണു പലപ്പോഴും വിശ്രമിക്കുന്ന സർപ്പമായ ശേഷനാഗത്തിന്റെ അവതാരമാണ് ലക്ഷ്മണൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീരാമനെ വനവാസത്തിന് അയച്ചപ്പോൾ ലക്ഷ്മണനും അദ്ദേഹത്തോടൊപ്പം പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ലക്ഷ്മണ പത്നിയായ ഊർമിളയും അവരോടൊപ്പം പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ അവളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മണൻ അവളെ കൂടെ കൊണ്ടുപോകാൻ വിസമ്മതിച്ചു. ഊർമിള തന്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഊർമിളയെ കൂടെ കൊണ്ടുപോയാൽ അവിടെ തന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളാകാൻ പോകുന്ന തന്റെ സഹോദരനെയും സഹോദരിയെയും, അതായത് ശ്രീരാമനെയും സീതയെയും സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായേക്കാം എന്നതുകൊണ്ട് ഊർമിളയോട് കൊട്ടാരത്തിൽ തന്നെ നിൽക്കാൻ ലക്ഷ്മണൻ ആവശ്യപ്പെട്ടു. ശ്രീരാമനെയും സീതാദേവിയെയും സംരക്ഷിക്കുക എന്നത് തന്റെ ഉത്തരവാദിത്തം പോലെ തന്റെ അമ്മമാരെയും അച്ഛനായ ദശരഥനെയും സംരക്ഷിക്കുക എന്നത് നിന്റെ ഉത്തരവാദിത്വമാണെന്ന് അദ്ദേഹം ഊർമിളയോട് പറഞ്ഞു. വനവാസകാലത്ത് അവരെ പരിപാലിക്കാൻ അദ്ദേഹം ഊർമിളയോട് പറഞ്ഞു. ഊർമിള തന്റെ ആജ്ഞകൾ ശ്രദ്ധാപൂർവം പാലിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ എന്നിവർ 3 പേരും വനവാസത്തിനായി പുറപ്പെട്ടു. 14 വർഷത്തെ വനവാസകാലത്ത് ലക്ഷ്മണൻ ഉറങ്ങിയില്ലെന്ന് പറയപ്പെടുന്നു. ഇതിനു പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. വനവാസത്തിലെ ആദ്യ രാത്രിയിൽ ലക്ഷ്മണൻ ഉറങ്ങാതിരുന്നപ്പോൾ ഉറക്കത്തിന്റെ ദേവതയായ നിദ്രാദേവി ലക്ഷ്മണന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കാത്തതിന്റെ കാരണം ചോദിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. തന്റെ സഹോദരനെയും ഭാര്യയെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം തനിക്കാണെന്നും അതുകൊണ്ടാണ് ഉറങ്ങാൻ ആഗ്രഹിക്കാത്തതെന്നും ലക്ഷ്മണൻ മറുപടി നൽകി. എന്നിരുന്നാലും ശരീരം നന്നായി പ്രവർത്തിക്കുന്നതിന് ഭൂമിയിലെ ഓരോ മനുഷ്യനും ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണെന്ന് നിദ്രാദേവി വിശദീകരിച്ചു. എന്നാൽ പറഞ്ഞതുപോലെ ലക്ഷ്മണൻ തന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ ദൃഢനിശ്ചയമുള്ളവനായിരുന്നു. ഉറങ്ങാതിരിക്കാനും തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാനും അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തിരുന്നു. ശ്രീരാമനോടും സീതാദേവിയോടുമുള്ള അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടയായ നിദ്രാദേവി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ആരെങ്കിലും അദ്ദേഹത്തിനു പകരം വനവാസകാലത്ത് ഉറങ്ങാൻ സമ്മതിച്ചാൽ ഉറങ്ങാതിരിക്കാൻ അനുവാദം നൽകാമെന്നും അതിനുള്ള ശക്തികൾ അദ്ദേഹത്തിന് നൽകുമെന്നും പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സമ്മതിക്കുന്ന വ്യക്തിയായി ലക്ഷ്മണൻ തന്റെ ഭാര്യയുടെ പേര് നിദ്രാദേവിയോട് അവതരിപ്പിച്ചു. തന്റെ അഭാവം ഊർമിളയ്ക്ക് അനുഭവപ്പെടാതിരിക്കാനുള്ള ഒരു അവസരമാണിതെന്നും ഊർമിള നിദ്രയിൽ നിന്ന് എപ്പോൾ കണ്ണു തുറന്നാലും ലക്ഷ്മണനെ അവിടെ കാണാൻ സാധിക്കണമെന്നുമുള്ള വരം ലക്ഷ്മണൻ നിദ്രാദേവിയിൽ നിന്നും വാങ്ങിച്ചു. ഇതു കേൾക്കുമ്പോൾ ഊർമിള സന്തോഷിക്കുമെന്ന് ലക്ഷ്മണൻ അറിയാമായിരുന്നു. ഇതു കേട്ട നിദ്രാദേവി ലക്ഷ്മണനെ അനുഗ്രഹിക്കുകയും ആവശ്യമായ ശക്തികൾ നൽകുകയും ചെയ്തു. നിദ്രാദേവി ചെന്ന് മുഴുവൻ കാര്യങ്ങളും ഊർമിളയോട് വിശദീകരിച്ചപ്പോൾ അവൾ സന്തോഷത്തോടെ എല്ലാം സമ്മതിച്ചു. അങ്ങനെ ലക്ഷ്മണൻ വനവാസത്തിലായിരുന്ന 14 വർഷക്കാലം മുഴുവൻ ഊർമിള നിദ്രയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഊർമിളയുടെ ഈ ത്യാഗം കാരണമാണ് ലക്ഷ്മണന് 14 വർഷം ഉറങ്ങാതിരിക്കാൻ സാധിച്ചതെന്നും അതിനാലാണ് രാമരാവണ യുദ്ധത്തിൽ രാവണപുത്രനായ മേഘനാഥനെ ലക്ഷ്മണന് വധിക്കാൻ സാധിച്ചതെന്നും പറയപ്പെടുന്നു.